പോയാലും ആകെ നേരം 3:10 വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. വൈകുന്നേരം 3:11. അങ്ങനെ നമ്മുടെ മന്ത്രി കൊച്ചമ്മ വീണ ജോർജ് 3:11 തലയുടെ മുകളിലൂടെ ഒരു കാക്ക പറക്കുന്നു. അതാ വീണക്കമ്പികൾ പൊട്ടി വീഴുന്നു. പിന്നെ പൊട്ടി വീണാൽ ICUവിൽ വെട്ടിയിട്ട വാഴ പോലെ എന്ന് പറഞ്ഞ പോലെ അതാ കെടുക്കുന്നു. പിന്നീട് എല്ലാം കേരളത്തിൻ്റെ അതിവേഗമായിരുന്നു കണ്ടിരുന്നത്. യൂട്ടൺ അടിച്ച് പരിചയമുള്ള പിണറായി മുഖ്യനതാ സ്റ്റാലിൻ്റെ റഷ്യയിൽ നിന്ന് അതിവേഗത്തിൽ ICUവിൻ്റെ മുൻപിൽ. സഖാക്കൾ രോഗവിവരം അറിയുന്നതിന് മുൻപ് അതാ നിറയെ പോസ്റ്റുകൾ കൊടുക്കുന്നു. 52 വെട്ടിയപ്പോൾ കുലംകുത്തിയെന്ന് വിളിച്ച മുഖ്യനാണ്. തലയിലൊരു പേന ഇരുന്നതായിരുന്നു. ഞാനായി ചൊറിഞ്ഞ്. പക്ഷേ ഇവരത് തലയിൽ വെട്ടാക്കിയപ്പോൾ പിന്നെ ഞാനും കയറി അഭിനയിച്ചു. അയ്യോ, ഒടുവിലെ യാത്രക്കായി പ്രിയജനമേ ഞാൻ പോകുമ്പോൾ കള്ളക്കഥകൾ ഗോവിന്ദമാഷ് ഏറ്റുപാടുന്നു. ഗോവിന്ദമാഷ് ഒന്ന് ചൊറിഞ്ഞാൽ കയ്യും കാലും വെട്ടി അരിഞ്ഞ് ചാലിയാറിൽ ഒഴിക്കും ഞങ്ങൾ സഖാക്കളാണ് കമ്മികളെ. അയ്യോ, മികച്ച തിരക്കഥ, നല്ല അഭിനയം. കേരളത്തിന് പുതിയൊരു അഭിനേത്രി കൂടി. നാഗവല്ലിക്ക് ശേഷം പൊട്ടി വീണ വീണക്കമ്പികളിലെ അതിസാഹസികമായ അഭിനയത്തിന്. ഈ കപ്പൽ സാർ തകരുകയില്ല, ഉലയുകയില്ല. വെള്ളം കയറുന്നതിന് മുൻപ് തന്നെ മുങ്ങിത്താഴുന്ന കാഴ്ചകളാണ് കാണുന്നത്. അയ്യപ്പ വിഗ്രഹം ചെമ്പാക്കി ചെമ്പൻകുടത്തിൽ വിത്തിട്ട് വിരിഞ്ഞൊരു പൂവാൻ താമര പൂവ്. ഒരു SFIക്കാരിയുടെ ഗർജനം. അയ്യേ, കാക്ക തലേൻ്റെ മുകളിൽ കൂടി പാറിക്കഴിഞ്ഞാൽ ICUവിലാണെങ്കിൽ കുറച്ച് ICU ഇനിയും കൂട്ടേണ്ടി വരുമല്ലോ. വല്ലാത്ത ജാതി. നോക്കിയട്ടെ, കഴുത്തൊടിഞ്ഞ സ്ത്രീയാണ്. പക്ഷെ 3:19 കണ്ടില്ലേ, അതിസാഹസികമായി തലേൻ്റെ മുകളിൽ കൂടി ഒരു കാക്ക പറന്നായിരുന്നു. ആ കാക്ക പറന്നപ്പോൾ ഒരു പേന അതിൽ നിന്ന് വീണിരുന്നു. ആ പേനാണ് അല്ല കഴുത്തിൽ. കണ്ട, കൈയാണോ കഴുത്താണോ എന്ന് ഞാൻ സംശയിച്ചിരിക്കുന്നു. 3:21 സാർ CMA, ഇതാ എൻ്റെ തലേൻ്റെ മുകളിൽ കൂടി ഒരു കാക്ക കാഷ്ടിച്ചു. ആംബുലൻസ്. പിന്നീടെല്ലാം അതിദാരുണമാ പീഡനത്താൽ അതിദാരുണമാ അഭിനയമേ. ഗോവിന്ദമാഷ് ഒന്ന് ചൊറിഞ്ഞാൽ സ്റ്റാലിൻ്റെ റഷ്യയിൽ കയ്യും കാലും കേരള മണ്ണിലെ ചാലിയാറിൽ ഒഴുക്കിക്കളയും കുലംകുത്തി. എന്നാ അഭിനേത്രി ഇത് ഞാൻ കുറച്ച് കാലമായി പറഞ്ഞില്ലേ, സഖാക്കളെ സഖാക്കൾ എന്ന് വിളിക്കാൻ പറ്റില്ല, സംഗീ സഖാക്കൾ എന്ന് വിളിക്കണം എന്ന്. കാരണം അത്രയും തലച്ചോറില്ലാത്തിട്ട് ഇവറ്റേക്ക് പൊതിച്ചോറ് കൊടുക്കാനേ പറ്റുള്ളൂ. വൈകുന്നേരം മുഖ്യമന്ത്രി വീണയുമായി ഫോണിൽ സംസാരിക്കുന്നു. വൈകുന്നേരം അങ്ങനെ വീണയുമായി സംസാരിച്ച മുഖ്യൻ. എന്താ വീണ, സ്വരങ്ങളൊന്നും ശരിയല്ലല്ലോ. അത് CMA, എൻ്റെ കഴുത്തിൽ മുകളിൽ കൂടി കാക്ക പാറിയപ്പോൾ വീണക്കമ്പികൾ ഒടിഞ്ഞു. അതാണോ? ICUവിലേക്ക് മാറ്റുന്നു. വൈകുന്നേരം 4 മണി. CPM നേതാക്കൾ സംസ്ഥാന വ്യാപകമായി ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നു. വൈകുന്നേരം 4:15 മുഖ്യമന്ത്രി വീണയെ സന്ദർശിക്കുന്നു. രാത്രി കോൺഗ്രസ് ഓഫീസുകൾ തകർക്കപ്പെടുന്നു. പുതുയുഗ യാത്ര ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു തെമ്മാടിത്തരം മന്ത്രി കൊച്ചമല്ല, ഏത് വലിയ മന്ത്രി കൊച്ചമാണെങ്കിലും ഈ സാക്ഷര കേരളത്തിൽ ജനങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടുന്ന ആളുകളെല്ലാം വിഡ്ഢികളാക്കിയിട്ട് സംഗീ സഖാക്കൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം, ആ തെമ്മാടിത്തരത്തിന് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു നാണം കെട്ടിട്ട ഒരു മുഖ്യൻ. കുറച്ച് കാലങ്ങളായി ഇയാൾക്ക് നാണവും മാനവും ഇല്ല. കാരണം ഇയാൾ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റാലിൻ്റെ റഷ്യയിൽ നിന്നാണ് വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് ആക്രമണം. എവിടെയാണ് നിങ്ങൾ പറ? ചോറ് തിന്ന ആളുകൾ പറയുക, ചാണകം തിന്നുന്ന സഖാക്കൾക്ക് മാത്രമേ ഇതൊരു ആക്രമണമായിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഒരു SFIക്കാരി ചിലക്കുന്ന പോലെ ചിലക്കുന്നുണ്ടില്ലേ? ആരാണ്? ഇതെന്താ കേരളത്തിൽ ചാണകം തിന്നുന്ന സഖാക്കൾക്ക് ഇത് ആക്രമണമായിട്ട് തോന്നിയിട്ടുണ്ടോ? ചോറ് തിന്നുന്ന സാക്ഷര കേരളത്തിലെ ഓരോരോ ജനങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സ്റ്റാലിൻ്റെ റഷ്യയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് അല്പത് മനസ്സിലാണ്ടാവില്ല. നല്ല ഒന്നാന്തരം അഭിനയം. പക്ഷേ ഇവിടുത്തെ നീതിപീഠങ്ങളോട് പറയാനുള്ളത്, കോടതികളോട് പറയാനുള്ളത്, കേരളത്തിൽ വലിയ തരത്തിൽ വർഗീയ കലാപത്തിലേക്ക് പോകുമായിരുന്ന ഒരു അഭിനയമാണ് ഇവർ നടത്തിയത്. ഇതിൻ്റെ പുറത്തുനിന്ന് കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക ഉത്തരവാദി ഈ മന്ത്രി കൊച്ചമായ വീണ ജോർജാണ്. അതുകൊണ്ട് ഒരു വർഗീയ കലാപത്തിന് ശ്രമിച്ച ഇവരെ കേരള സർക്കാർ, കേരളത്തിലെ നീതിപീഠങ്ങൾ ഈ തെമ്മാടിത്തരത്തിന്
സ്വമേധയെ കേസെടുക്കണം. വർഗീയ കലാപം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് വീണ ജോർജിനെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തിയിട്ട്, രാജ്യദ്രോഹം കുറ്റം ചുമത്തിയിട്ട് വേണം ഇവർക്കെതിരെ കേസെടുക്കാൻ. ഈ ഒരു ആക്രമണങ്ങൾക്കെല്ലാം കാരണം ഈ മന്ത്രി കൊച്ചമ്മ എന്ന വീണക്കമ്പികളാണ്. സാധാരണക്കാരോട് ഒരു നീതിയോ?